ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം ഗോതമ്പ് പൊടിയും വെച്ചിട്ട് ഒരു സൂപ്പർ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പായസം നല്ല രുചിയും അതുപോലെ തന്നെ ഹെൽത്തിയാണ്. വളരെ വ്യത്യസ്തമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കണം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഇതാ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ കട്ടകളുണ്ടാവും. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം. അപ്പോൾ അതവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. മുന്തിരിയൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കാരണം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വേണം നിർബന്ധമല്ല. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ടെടുക്കണം. ഇനി വെള്ളം തിളച്ച് വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നമുക്കതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാം. ഞാനിവിടെ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം മീഡിയം സൈസിലുള്ളൊരു നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്ത പഴം തന്നെ ഇതിനെടുക്കുക. പഴുക്കാത്ത പഴമാണെങ്കിൽ ഒരു ചെറിയൊരു ചുവ ഉണ്ടാവും. എന്നിട്ടിങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കുക. ഇനി ഇത്ര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പഴത്തിൻ്റെ പകുതി എടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എന്താ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ ഗോതമ്പ് പൊടിയുടെ മിക്സ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അത്യാവശ്യം നല്ല തിളച്ച് വരണം. എന്നിട്ടൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ അതവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മളിത് വേവിക്കാതെ വെച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു 10 മിനിറ്റോളം തന്നെ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം അടച്ച് വെക്കാം. നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയയാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി 1-2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ശർക്കരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങേൻ്റെ ഫസ്റ്റത്തെ പാൽ ഞാനവിടെ മാറ്റി വെച്ചിട്ട് 2ാം പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് പാക്കറ്റ് പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. തേങ്ങാപ്പാൽ ചേർത്തപ്പോൾ ഇത് നല്ലപോലെ ലൂസായിട്ടുണ്ട്. നമുക്കിത് കുറച്ച് തിക്കായിട്ട് കിട്ടണം. അതിന് നല്ലപോലെ തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമായപ്പോഴത്തേനും നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ നല്ലപോലെ കുക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞു പോകുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തത് കാരണമാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെറും ഏലക്ക പൊടിച്ചെടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കണം. 1/4 പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൂടുതൽ നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നതോടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു ടൈമിൽ നമ്മളെ പായസം കുറച്ച് ലൂസായിട്ട് തോന്നും. അത് കുഴപ്പമില്ല. ഇത് തണുത്ത് വരുമ്പോൾ അത്യാവശ്യം നമുക്ക് പായസത്തിൻ്റെ ഒരു തിക്കിൽ കിട്ടും. ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്ന പായസമാണ്. വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പായസം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കാം. നമ്മുടെ ഈ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.